അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബിജു നിസാം എന്നാണ്. ഞാനൊരു എഞ്ചിനീയറാണ്. എന്നിട്ട് ഞാനൊരു ഹെൽത്ത് ക്ലബ്ബും കൂടെ നടത്തുന്നുണ്ട്. അപ്പം ഈ പല ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ഏത്തിയസ്റ്റ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു അത് വളരെ ലോജിക്കലാണ് തിയറി ഓഫ് എവല്യൂഷൻ. എന്നിട്ട് അതിൽ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ എയ്ബ്സ്, മനുഷ്യക്കുരങ്ങും ഹ്യൂമൻസും അവർ ജീൻസിന് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇനിയും കുരങ്ങന്മാരും ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ, അവരെല്ലാം പൂർണ്ണമായിട്ട് ഇവോൾവ് ചെയ്ത് മനുഷ്യനാവേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വാസി എന്ന നിലയിൽ സൂറ അൽ ബഖറ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ മലക്കുകളോട് പറയുന്നുണ്ട് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പം ആ ഒരു മലക്കുകൾ ന്യായമായിട്ട് ഒരു സംശയം ചോദിക്കുന്നു, ഭൂമിയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണോ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതെല്ലാം പറയുന്നത്. അങ്ങനെ ആ ഖുറാനിൽ പറയുന്നുള്ള ആ ഹ്യൂമൻ ക്രിയേഷൻ അതിനെങ്ങനെ ലോജിക്കലായിട്ട് ഈ ഏത്തിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അദ്ദേഹത്തെ അത് കൺവിൻസിങ് ആയിട്ട് തോന്നില്ല. അത് പറഞ്ഞത് ഇല്ലോജിക്കലാണെന്നുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ അങ്ങ് ഒരു ഇത്രയും പഠിച്ചിട്ടുള്ളതും ഗഹനമായി റിസർച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങ് ഒരു എഫക്റ്റീവായിട്ട് അവർക്ക് റിബട്ടൽ തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ഉള്ള ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കി. പരിണാമവാദം ലോജിക്കലാണെന്ന് പറയുന്നു, എന്നാൽ സൃഷ്ടി ലോജിക്കലല്ല എന്ന് പറയുന്നു. അതിന് ഉപോത്ബലകമായി എന്തെങ്കിലും തെളിവുകൾ കൊടുക്കണമെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ആവശ്യം. ഇവിടെ ഒന്നാമതായി ജീവപരിണാമം എന്നത് ലോജിക്കൽ ആണ് എന്ന് അവർ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ലോജിക്ക്? ആ ലോജിക്ക് വേറൊന്നുമല്ല, ഏകകോശ ജീവി മുതൽക്ക് മനുഷ്യൻ വരെയുള്ള ജീവികൾക്കൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് അനുസരിച്ച് ആ സീക്വൻസിൽ എന്തുണ്ട് നമുക്ക് പറയാം, 1-ൽ നിന്ന് 2 ഉണ്ടായി, 2-ൽ നിന്ന് 3 ഉണ്ടായി എന്നിങ്ങനെ പറയാം. അതാണ് അതിൻ്റെ ലോജിക്ക്. വേറെ ഒരു ലോജിക്കുമില്ല. എന്തെങ്കിലും ഒരു ബേസ്. ഇവിടെ പറഞ്ഞ ജീൻസ് തമ്മിലുള്ള ഐക്യം, ജീൻസ് എന്ന് പറഞ്ഞാൽ ജീനുകൾ പടച്ച തമ്പുരാൻ്റെ സൃഷ്ടിയാണെന്നുള്ളതിന് തെളിവാണത്. പടച്ച തമ്പുരാൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെല്ലാം. കാരണം മനുഷ്യരെ മുഴുവനും പടച്ചവൻ അല്ല, മനുഷ്യനല്ല, ജീവജാലങ്ങളെല്ലാം എന്നുള്ളതാണ്. ജീവജാലങ്ങളുടെ വ്യത്യാസത്തിൻ്റെ അടിത്തറയായി പടച്ചവൻ ജീനുകളെ വെച്ചു, ക്രോമസോമുകളെ വെച്ചു, ഇത് വെച്ചു. അതിൽ ഒറാങ്ങൊട്ടാങ്ങിന് മനുഷ്യനുമായി സാമ്യമുണ്ട് ജീനുകളിൽ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും മറ്റു പലതിനും സാമ്യമുണ്ട്. ആ സാമ്യം എന്തുകൊണ്ടാണ്? സാമ്യം ജീനുകൾ എന്ന് പറയുന്നത് ജീനുകൾ എന്താ? ഓരോ കാര്യത്തിനുമുള്ള നമ്മുടെ കോശങ്ങളിലുള്ള അടിസ്ഥാന രൂപകങ്ങളാണ് ജീനുകൾ. കുറച്ച് സങ്കീർണമാണ്, ജീവശാസ്ത്രമാണ്. എന്താ വെച്ചാൽ ഇപ്പം നമ്മളുടെ മൂക്ക് ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? അതൊരു ജീനാണ്. എൻ്റെ തൊലിയുടെ നിറം എന്തുകൊണ്ട് എങ്ങനെ ആയത്? വേറൊരാളുടെ തൊലിയുടെ നിറം വേറെ രൂപത്തിലായത് എന്തുകൊണ്ടാണ്? അത് ജീനാണ്. ഈ ജീനുകൾ അതിൻ്റെ രൂപകങ്ങളാണ്. തീർച്ചയായും ആ രൂപകങ്ങൾ തമ്മിൽ ഒരേ സാമ്യമുള്ള ജീവികൾ തമ്മിൽ ബന്ധമുണ്ടാകും. സ്വാഭാവികമാണ്. കാരണം എന്താണ്? ഈ രൂപകങ്ങൾ നമ്പർ ചെയ്യണത് ആരാ? നമ്മളാണ്, മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണ് എന്ന ഈ കണ്ണിൽ വെള്ളയുണ്ട്. വെള്ളക്ക് എന്തിട്ട് ഒരു ജീനുണ്ട്. ആ ജീനിന് നമ്മൾ കണ്ണിൻ്റെ വെള്ളയുണ്ടാകാനുള്ള ജീനിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു. ഇതേ കണ്ണിൻ്റെ വെള്ളയുള്ള ആൾക്കുരങ്ങിനും എക്സ് എന്ന് പറഞ്ഞ ജീനുണ്ട് എന്ന് നമ്മൾ പറയും. കാരണം എന്താണ്? കണ്ണിൻ്റെ വെള്ളയുണ്ടാകാനുള്ള ജീനിന് നമ്മൾ കൊടുത്ത പേരാണ് എക്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരേ രൂപത്തിലുള്ള ഒരേ പുറമേക്കുള്ള ജീവികൾക്കെല്ലാം എന്തുണ്ടാകും? ജീനുകൾ സാമ്യം ഉണ്ടാകും. ജീനുകളുടെ സാമ്യം ജീവികളുടെ പരിണാമത്തിന് തെളിവല്ല. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്? ഓരോ ജീനുകൾ സാമ്യമുണ്ട് എന്ന് അപ്പം എന്ത് വേണം? ഒരേ സാമ്യമുള്ള ജീവികൾ മാറുന്നത് ശ്രദ്ധയിൽപ്പെടണം, ഒരു അനുഭവത്തിൽ വരണം. ജീവപരിണാമം എന്ന ആശയം ഉണ്ടായിട്ട് 1.5 നൂറ്റാണ്ടായി. മനുഷ്യന് എഴുത്തും വായനയും തുടങ്ങിയിട്ട് ഒരുപാട് സഹസ്രാബ്ദങ്ങളായി. അവിടെ എവിടെയെങ്കിലും ഒരു ജീവിയിൽ ഒരു മാറ്റം ആരെങ്കിലും നിരീക്ഷിച്ചതായി ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ജീനുകളിലുള്ള സാമ്യത ജീവികളിലെ മാറ്റത്തിന് നിമിത്തമാകുമെങ്കിൽ അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞു പാലിയോന്റോളജിക്കൽ എവിഡൻസസ് എന്താണ്? നേരത്തെ എല്ലാം പറഞ്ഞിരുന്നത് അതാണ്. അതില്ലാത്തതുകൊണ്ട് അപ്പോൾ ജീനുമക്ക് കയറിയത്.
നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങളെല്ലാം എൻ്റെ സുഹൃത്തിനറിയാമല്ലോ, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിരുന്ന കാലം, അഥവാ 1980-കളിലും 90-കളിലെല്ലാം എന്തായിരുന്നു കാര്യമായിട്ടുള്ള തെളിവ്? നമ്മൾ പറഞ്ഞ ജീവപരിണാമത്തിനുള്ള തെളിവ് ജീവികളുടെ ഒരു ചിത്രമായിരുന്നു. ഒരു ജീവി, ഒരു കുരങ്ങ് 4 കാലിൽ നിൽക്കുന്നു, ഒന്ന് കുറച്ചും കൂടി നീട്ടിക്കുന്നു, കുറച്ചും കൂടി നീട്ടിക്കുന്നു, കുറച്ചും കൂടി നീട്ടിക്കുന്നു, എന്നിട്ട് അതിനുള്ളൊരു പേര് ക്രോമഗ്രാൻ മനുഷ്യൻ, നിയാന്തർതാൽ മനുഷ്യൻ, പിൽഡൗൺ മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞിട്ട്. ഇത് എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഒന്നുകിൽ മിയർ കുരങ്ങാണ്, അതല്ലെങ്കിൽ മിയർ മനുഷ്യനാണ്, അതല്ലെങ്കിൽ പരിണാമവാദികൾ കള്ളത്തരം കാട്ടി ഉണ്ടാക്കിയതാണ്. ഇനി ഇതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുക, പറഞ്ഞ എല്ലാം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഞാൻ സാധാരണ ഒരു തമാശ പറയാറുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ പരിണാമവാദത്തിന് അതൊരിക്കലും തെളിവാവില്ല. ഈ ജീവികളുടെ എല്ലാം ഇങ്ങനെ സീക്വൻസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. എല്ലാ ഫോസിലും വെച്ചിട്ടുള്ള സീക്വൻസ് ഉണ്ട്. എന്നിട്ട് അവർ പറയണത് ഇതിൽ നിന്ന് അതുണ്ടായി, അതിൽ നിന്ന് അതുണ്ടായി, അതിൽ നിന്ന് അതുണ്ടായി, അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടൊരു ബ്രാഞ്ച് പോയി, ഇങ്ങോട്ടൊരു ബ്രാഞ്ച് പോയി, ഇങ്ങനെല്ലാം അവരുടെ വ്യാഖ്യാനം. ആ സുന്ദരമാണ് വ്യാഖ്യാനം, യാതൊരു സംശയമില്ല, സുന്ദരമാണ് വ്യാഖ്യാനം. കാരണം കുതിരയിൽ നിന്ന് കഴുതയിൽ നിന്ന് കുതിര ഉണ്ടായി, അപ്പോൾ എന്താണ് കുതിരയും കഴുതയും തമ്മിലുള്ള വ്യത്യാസം ഇന്നതാണ്, അതിന് ഇന്ന ജനറ്റിക് ചേഞ്ച് ഉണ്ടായി എന്നല്ല, ഒരു സുന്ദരമാണ് വ്യാഖ്യാനം, അതിന് സംശയമില്ല, സുന്ദരമാണ്. എല്ലാ സുന്ദരമായ സംഗതി ശരിയാകണമെന്നില്ല. ഉദാഹരണത്തിന് ഭൂമി ഒന്നായിട്ട് നശിച്ചു എന്ന് വിചാരിക്കുക. ഏതോ ഒരു പ്രകൃതി ക്ഷോഭത്തിൽപ്പെട്ടിട്ട് ഭൂമി ഒന്നിച്ച് നശിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വേറെ ഏതോ ഗ്രഹത്തിലെ ഏതോ ബുദ്ധിയുള്ള ജീവി വന്നു. എന്നിട്ട് ഭൂമി ഒന്നായിട്ട് എക്സ്കവേഷൻ നടത്തി, ഭൂമി ഒന്നായിട്ട് കുഴിച്ചെടുത്ത് അതിലെ ഓരോ സാധനങ്ങൾ എടുത്തപ്പോൾ കുറേ വാഹനങ്ങളുടെ ഫോസിലുകൾ കിട്ടി. ആ വാഹനങ്ങളുടെ ഫോസിലുകൾ അപ്പോൾ അവരിങ്ങനെ നിരത്തി വെച്ചു. എന്തൊക്കെ? ഒറ്റ ചക്രമുള്ള സൈക്കിളുണ്ട്, 2 ചക്രമുള്ള സൈക്കിളുണ്ട്, 3 ചക്രമുള്ള സൈക്കിളുണ്ട്, ലൂന മുതൽക്ക് ഇങ്ങനെ ബുള്ളറ്റ് വരെയും 1500 cc വരെയുള്ള ബൈക്കുണ്ട്, പിന്നെ 3 വീലർ മോട്ടോർ ബൈക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഈ സാധനങ്ങളുണ്ട്, പിന്നെ 4 വീലർ നമ്മളുടെ ഇപ്പോഴത്തെ ടാറ്റൻ്റെ ചെറിയ സാധനം മുതൽക്ക് വലിയ കാറുകൾ വരെ ഉണ്ട്, പിന്നെ അങ്ങനെ പോയിട്ട് ബസ്സുണ്ട്. അങ്ങനെ എല്ലാ വാഹനങ്ങളുടെയും ഫോസിലുകൾ അവർക്ക് കിട്ടി. അതിങ്ങനെ നിരത്തി വെച്ചു. എന്നിട്ട് ആ ജീവികൾ ഒരു പരിണാമ വ്യാഖ്യാനം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. എന്താണ്? ഒറ്റ ചക്രമുള്ള സൈക്കിളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിങ്ങനെ പോയപ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ വീണ് വന്നപ്പോൾ 2 ചക്രമുള്ള സൈക്കിളായി മാറി. അങ്ങനെ 2 ചക്രമുള്ള സൈക്കിൾ ഇങ്ങനെ പോയപ്പോൾ ഒരു സൈഡിൽ പോയപ്പോൾ കൂടുതൽ ആൾ കയറണമെന്ന് വന്നപ്പോൾ അത് 3 ചക്രമുള്ള സൈക്കിളായി മാറി. അതന്നെ ഇങ്ങനെ പോയപ്പോൾ കയറ്റം കയറേണ്ടി വന്നപ്പോൾ ബുദ്ധിമുട്ടായപ്പോൾ അതിങ്ങനെ ലൂനയായി. ഒരു കയറ്റം കയറുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയിട്ട് 1500 cc വരെയുള്ള ബൈക്കായി അങ്ങനെ പോയി. ഇങ്ങനെ ഇത് 3 ചക്രമുള്ളതായിട്ട് ഇങ്ങനെ പോയത്, അങ്ങനെ പോയിട്ട് 3 ചക്രമുള്ള ഓട്ടോറിക്ഷയായി, ഓട്ടോറിക്ഷ കാറായി, കാറിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി, അങ്ങനെ പോയി ബസ്സായി, വലിയ ബസ്സായി, തീവണ്ടിയായി. അങ്ങനെ പോകവേ ബസ് കടലിൻ്റെ അടുത്തെത്തി. അപ്പം 2 ശാഖയായി പിരിഞ്ഞ്, ഒന്ന് ആകാശത്തിലേക്ക് പ്ലെയിനായി പറന്നു, ഒന്ന് കടലിലൂടെ കപ്പലായും പോയി എന്ന് പറഞ്ഞാൽ അതിനുള്ള തെളിവില്ലേ? എല്ലാറ്റിനും തെളിവുണ്ട്. എല്ലാത്തിനുള്ള ഫോസിലില്ലേ? എല്ലാത്തിനും ഫോസിലുണ്ട്. അതിനെന്താ തെളിവ് നോക്കുക. എല്ലാറ്റിനും പെട്രോളല്ല ഉപയോഗിച്ചത്, പെട്രോളാണ് ഉപയോഗിച്ചത്. എല്ലാറ്റിനും പിസ്റ്റണല്ലേ ഉള്ളത്, എൻജിൻസിന് പിസ്റ്റണാണുള്ളത്. എല്ലാത്തിനും ചക്രല്ലേ, ചക്രമുണ്ട്. ചക്രം തിരിയാൻ വേണ്ടി ബിയറിംഗ് ഇല്ലേ, ബിയറിംഗ് ഉണ്ട്. വലിയ വണ്ടികൾക്ക് സ്റ്റിയറിംഗ് ഇല്ലേ, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ വേണ്ടത് പിന്നെ? കാറിനും സ്റ്റിയറിംഗ് ഉണ്ട്, ബസ്സിനും സ്റ്റിയറിംഗ് ഉണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ബസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചൂടെ? വിശ്വസിക്കാതെ വേറെ നിർവാഹമൊന്നുമില്ല പരിണാമവാദത്തിന്. അതാണ് പരിണാമവാദം. ഇത് തെളിവ്. ഇപ്പം നമുക്കറിയാം, ഇത് തമാശയായി പറയുമ്പോൾ അതൊന്നുമല്ല, ഓരോന്നും മനുഷ്യൻ വേറെ ഉണ്ടാക്കിയെന്ന് പറയാം. എന്താ കാരണം? ഇത് നമ്മൾ അനുഭവത്തിൽ വരുന്നതുകൊണ്ട്. മറിച്ച് പുറത്ത് പോയി ഇത് ഒന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയാൽ ആ വ്യാഖ്യാനത്തിന് തെളിവില്ല എന്ന് വെച്ചാൽ തെളിവുണ്ട്. ആ വ്യാഖ്യാനം സുന്ദരല്ലേ എന്ന് വെച്ചാൽ സുന്ദരാണ്. പക്ഷെ വസ്തുതയാണോന്ന് വെച്ചാൽ അല്ല. ഇനി പടച്ചോൻ ആണ് സൃഷ്ടി നിർവഹിച്ചത് എന്നതിനും ശാസ്ത്രീയമായ വിശദീകരണം ഖുർആനിലെ ആയത്ത് അത് മുമ്പ് മലക്കുകളോട് പറഞ്ഞതെല്ലാം മറ്റു വശമാണ്. അത് മനുഷ്യൻ്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ടതാ. മനുഷ്യനെ പടച്ച തമ്പുരാൻ പ്രത്യേകമായി സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട സംഗതി. അത് നിഷേധിക്കാൻ ആർക്കാ കഴിയുക? അത് നിഷേധിക്കാൻ ആർക്കാ കഴിയുക? നേരത്തെ എൻ്റെ സുഹൃത്ത് ചോദിച്ചല്ലോ മുലപ്പാലിൻ്റെ വിഷയം. അത് മുതൽക്കാണ്ട് നോക്ക് നിങ്ങൾ. മറ്റ് ജീവികളിൽ നിന്നുണ്ടായി വന്ന മനുഷ്യനെങ്കിൽ എന്തേ മനുഷ്യ ശിശുവിനുള്ള മുലപ്പാലിൽ മാത്രം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ?
അവിടെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, മനുഷ്യ ശിശുവിന് അതിന് തലച്ചോറ വികസിക്കേണ്ടത്, അതുകൊണ്ട് അതങ്ങനെ. മറ്റേതിന് മസില വികസിക്കേണ്ടത്, അതിനെ കൊണ്ട് അതങ്ങനെ. എങ്ങനെ ഇത് വന്നു? ഒരു പ്ലാനിങ്ങും ഇല്ല, അതിങ്ങനെ ഉണ്ടായി വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിപ്പോയി. ആണല്ലോ അല്ലേ? അങ്ങനെയുള്ള നമ്മൾ വിശ്വസിക്കേണ്ട പരിണാമം അതനുസരിച്ച്. ഇവിടെയാണ് സ്പെഷ്യൽ ക്രിയേഷൻ. മനുഷ്യന് എന്തൊക്കെ വേണ്ടത് അതല്ല, അതാണ് നമ്മൾ പറയേണ്ടത്. എല്ലാം എന്ത് വേണ്ടതുണ്ട് അതെല്ലാം. മറ്റു ജീവികൾക്ക് എന്ത് വേണ്ടതുണ്ട് അതെല്ലാം. മനുഷ്യന് തലച്ചോറ്, ഇവിടെ നേരത്തെ സുഹൃത്ത് പറഞ്ഞല്ലോ, 2 വയസ്സ് വരെയാണ് 80% തലച്ചോറും വികസിക്കുന്നത്. ജനിക്കുമ്പോൾ എത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ശിശുവിൻ്റെ തലച്ചോറ്? മനുഷ്യ ശിശുവിന് ഒരു പ്രായപൂർത്തിയെത്തിയ മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യ ശിശുവിൻ്റെ തലച്ചോറ് ഏകദേശം 1/5 ബാക്കി മുഴുവനും വളരുന്നത് ജനിച്ചതിന് ശേഷമാണ്. എന്താ കാരണം? അതിനുശേഷമാണ് അവന് പ്രാക്ടിക്കൽ നോളേജാ കിട്ടേണ്ടത്. മറ്റേതിന് ഫിക്സഡ് നോളേജാ. നേരത്തെ പറഞ്ഞില്ലേ, തേനീച്ചക്ക് കുറച്ച് നോളേജ് ഉള്ളൂ, അത് ഫിക്സഡാ, പക്ഷേ അത് പെർഫെക്റ്റാ. ഫിക്സഡ് ആണ്, പക്ഷേ അത് മാറ്റാൻ പറ്റൂല. തേനീച്ച വളരെ സുന്ദരമായി പെർഫെക്റ്റായി ഷഡ്ഭുജം ഉണ്ടാക്കും, പക്ഷേ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ തേനീച്ചക്ക് കഴിയൂല. അതെന്താ? അത് ഫിക്സഡാ, മാറ്റാൻ പറ്റൂല. മനുഷ്യനതല്ല, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം, പഠിച്ചിട്ട് തലച്ചോറ് വികസിക്കണം, അങ്ങനെ അതിൽ നിന്ന് വളർച്ചയുണ്ടാകണം. അതിന് മനുഷ്യൻ്റെ തലച്ചോറ് ജനിച്ചതിന് ശേഷം ചുറ്റുപാടുകളിൽ നിന്ന് വളരണം. അതിന് പടച്ച തമ്പുരാൻ ഏകദേശം 1/5 മാത്രം തലച്ചോറ് ജനിക്കുമ്പോൾ ബാക്കി മുഴുവനും അനുഭവങ്ങളിൽ നിന്ന് തലച്ചോറ് വികസിക്കണം. അതിന് പടച്ചോനുണ്ടാക്കിയ സംവിധാനമെല്ലാം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. സിനാപ്സുകൾ, ആ സിനാപ്സുകളുടെ ബന്ധം, അതിൽ നിന്ന് തലച്ചോറിൻ്റെ വളർച്ച അത്ഭുതകരമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം ഓരോന്നും സ്പെഷ്യൽ. മനുഷ്യൻ എന്തൊക്കെ വേണ്ടതുണ്ട് അതല്ല, മറ്റു ജീവികൾക്ക് എന്തൊക്കെ വേണ്ടതുണ്ട് അതല്ല, അവരുടേതനുസരിച്ചെല്ലാം ഓരോന്നിനും. ആ സ്പെഷ്യൽ ക്രിയേഷൻ ഓരോന്നിനും ആവശ്യമായതെല്ലാം ഖുർആനിൽ പറഞ്ഞില്ലേ, അഫലാ യൻദുറൂന ഇലൽ ലിബ്ലി കൈഫ ഖുലിഖത്. ഖുർആന്റെ ചോദ്യം ഭയങ്കര. അറബികളോടാ ചോദ്യം. അവർ നോക്കുന്നില്ലേ ഒട്ടകത്തെ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഇത് നേരപ്പോൾ നമുക്ക് പരിണാമവാദികളോട് ചോദിക്കാം. അവർ നോക്കുന്നില്ലേ ഒട്ടകത്തെ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒട്ടകം എന്താ? ഒട്ടകം ഈസ് മെയ്ഡ് ഫോർ ഡെസേർട്ട്. ഒട്ടകം എന്തിനാ? ഡെസേർട്ടിലേക്ക് വേണ്ടി. അതിൻ്റെ എല്ലാ അനുകൂലനങ്ങളും. എന്നാ ഒട്ടകം, പരിണാമവാദികൾക്ക് ഒട്ടകത്തിനൊരു മുൻഗാമി ഒരു മുൻഗാമി ഉണ്ടോ? ഒരു ഡെസേർട്ടിൽ ജീവിക്കാൻ ഒട്ടകത്തിൻ്റെ അനുകൂലനങ്ങൾ മുഴുവനും പെർഫെക്റ്റ്. അതിൻ്റെ പാദം മുതൽക്ക്, അതിൻ്റെ പൂഞ്ഞ മുതൽക്ക്, അതിൻ്റെ കാല് മുതൽക്ക്, അതിൻ്റെ തൊലി മുതൽക്ക് ഓരോന്ന് ഒട്ടകത്തിലേക്ക് വേണ്ടി, മരുഭൂമിയിലേക്ക് വേണ്ടി. അതെന്താ? അങ്ങനെ കൃത്യമായി. അപ്പോൾ ഓരോ ജീവിക്കും അതിനാവശ്യമായ എല്ലാം നൽകി എന്നത് തന്നെയാണ് സ്പെഷ്യൽ ക്രിയേഷനുള്ള തെളിവ്. അതാണ് സയൻസുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ആ കാര്യക്കെട്ട് നിച്ച് ഓഫ് ട്രൂത്തും പല പുസ്തകങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ ഖുർആനിൽ അതിൽ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക, സ്പെഷ്യൽ ക്രിയേഷനാണ്. അഥവാ മനുഷ്യനെ പ്രത്യേകമായി പടച്ചവൻ സൃഷ്ടിച്ചു. ആ പ്രത്യേക സൃഷ്ടിക്ക് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.